ഇന്ന് എനിക്കൊരു എട്ടിൻ്റെ ഒന്നും ശരിയാകത്തില്ല, ഒരു 16ന്റെ പണി കിട്ടിയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഞാൻ അധികം തന്നെ ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ചെറിയ പാക്കിൽ തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. അതുപോലെ തന്നെ ചെറിയ പാക്കിലുള്ള ഡ്രസ്സിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അധികകാലവും ആയിട്ടില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ വിചാരിക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഫോട്ടോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രെയിം ചെയ്ത് നോക്കണമെന്ന്. അപ്പം അങ്ങനെ ഇന്നൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലായിരുന്നു. ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്കുള്ള റെസിന് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്ന് വെച്ചാൽ 2:1 എന്നൊരു റേഷ്യോ വരുന്ന ഒരു റെസിനാണ് കേട്ടോ. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഈ റെസിനായിട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിന് അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് ചിലവാകുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. എനിക്ക് തോന്നുന്നത് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടെ ഉണ്ട് ഇത്. അതുകൊണ്ടായിരിക്കണം അവർ ഇത്രയ്ക്ക് റേറ്റ് ഇടുന്നത്. ഞാനിങ്ങനെ റെസിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ ഇങ്ങനെ കുറേ അക്കൗണ്ട്സിലൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ റെസിനായിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നത്, എത്ര രൂപയ്ക്ക് സെല് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തതൊക്കെ ഇത്രയും വിലയ്ക്ക് കിട്ടുള്ളൂ, നമുക്ക് ചെറിയ വിലക്കൊന്നും കിട്ടില്ല എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായത്. ഇത് ചെയ്യുമ്പോൾ നല്ല സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടും. 8 അല്ല 16 കിട്ടിയെന്ന് വരും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത റെസിൻ മേടിക്കുന്ന റെസിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത് മിസ് ചെയ്യുമ്പോൾ ബബിൾസും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചാടി നിന്ന് ചെയ്യാൻ പറ്റുന്നൊരു വർക്കും കൂടെ അല്ല. കാരണം അത്രയ്ക്കും നല്ല സേഫായിട്ട് ചെയ്താൽ മാത്രം നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അതെനിക്ക് വർക്ക് ചെയ്ത് തുടങ്ങി ഇപ്പം തന്നെ എനിക്ക് മനസ്സിലായി, അത് വേറെ കാര്യം. പിന്നെ ഞാൻ റെസിൻ്റെ കാര്യത്തിൽ ഞാൻ ചെറിയൊരു ബിഗിനറാണ്. സോ ഞാനാണ് റെസിൻ്റെ ഇപ്പോൾ സെയിൽ തുടങ്ങിയിട്ടില്ല. ഞാനത് സക്സസ്ഫുള്ളി ആകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു റെസിൻ വർക്ക് നമ്മുടെ ഇത് സെയിലിൽ വയ്ക്കത്തുള്ളൂ. കാരണം നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് എടുത്തിട്ട് അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ നാശമാക്കണം. കാരണം നമ്മുടെ കസ്റ്റമർ നമുക്ക് തരുന്ന പ്രൊഡക്റ്റ് അവർക്ക് നല്ല പ്രഷ്യസ് ആയിരിക്കുമല്ലോ. നമുക്കത് തരുമ്പോൾ നമ്മൾ ഡാമേജ് ആക്കി കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഞാൻ ഓർഡർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. നമുക്ക് അങ്ങനെ ഡാമേജ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വിധത്തിലും അത് നല്ല രീതിയിൽ കിട്ടത്തില്ല. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേണ്ടാത്ത പണിക്ക് നിൽക്കാത്തത്. ഓക്കെ.